പ്രൊമോയിൽ കണ്ടതുപോലെ ക്യാപ്റ്റൻസി നോമിനേഷനായിരുന്നു കഴിഞ്ഞത്. നോമിനേഷൻ കഴിഞ്ഞപ്പോൾ ജാൻമണി പറയുന്നുണ്ട്, ആൾക്കൊരു കാര്യം പറയാനുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനെ സൂചിപ്പിക്കുന്ന ഒരു നമ്പർ ആരോ പറയുന്നത് ജാൻമണി കേട്ടു. അപ്പോൾ അത് ഇനി ആവർത്തിക്കരുത് എന്ന് കൈകൂപ്പിക്കൊണ്ട് ജാൻമണി പറയുന്നുണ്ട്. അതാരാണ് എന്ന് പറയാൻ ജാൻമണിക്ക് താല്പര്യമില്ല. അത് പറഞ്ഞ ആൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും, അത് ഇനി ആവർത്തിക്കരുത് എന്ന് മാത്രമാണ് ജാൻമണി പറയുന്നത്. അപ്പോൾ തന്നെ നോറയും ജാസ്മിനും ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് അതാരാണ് എന്ന് പറയാൻ ജാൻമണിയോട് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ പവർ ടീം പറയുന്നുണ്ട് അവർക്ക് അത് ആരാണെന്ന് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ആരാണെങ്കിലും അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും, അവരിനി അത് ചെയ്യാതെ നോക്കിക്കോളും എന്ന് പവർ ടീം പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് സിബിനും ജാസ്മിനും തമ്മിൽ എന്തോ പറഞ്ഞ് തർക്കമാവുന്നുണ്ട്. ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുന്നുണ്ട്. സിബിന് ദേഷ്യം വന്നിട്ട് അടുത്തിരിക്കുന്ന പില്ലോയിലേക്ക് ഇടിക്കുന്നുണ്ട്. മിഡിൽ ഫിംഗർ ആണ് കാണിച്ചതെന്ന് തോന്നുന്നു, അത് ലൈവിൽ കാണിച്ചിട്ടില്ല. ജാസ്മിൻ ഉടനെ അത് കയറി പിടിക്കുന്നുണ്ട്. ശരിയാണ്, സിബിൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ആ ഒരു ആക്ഷൻ കാണിക്കുന്നത് തെറ്റായിട്ടാണ് എല്ലാവരും കാണുന്നത്. തെറ്റ് തന്നെയാണ്. സിബിൻ തൻ്റെ ദേഷ്യം നിയന്ത്രിക്കണമായിരുന്നു. അതിനും കൂടെ വേണ്ടിയുള്ളതാണ് ഈ ഷോ. ജാസ്മിൻ എത്ര പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും പ്രതികരിക്കാതെ ഇരിക്കുകയായിരുന്നു സിബിൻ ചെയ്യേണ്ടത്. പക്ഷെ പെട്ടെന്ന് ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ ആ ഒരു ആക്ഷൻ കാണിച്ചത് കൊണ്ട് തന്നെ സിബിൻ പിന്നീട് എല്ലാവരോടും പ്രേക്ഷകരോടും സോറി പറയുന്നതായും കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വായിൽ നിന്ന് തെറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ആ ഒരു ആക്ഷൻ കാണിച്ചതെന്നും സിബിൻ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട്, സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയരുതെന്ന് നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് സംരക്ഷണ നിയമങ്ങൾക്ക് എതിരാണ് എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട്. അത് പറയുന്നത് ജാൻമണി പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത്. സിബിൻ വീണ്ടും വന്ന് സോറി പറയുന്നുണ്ട് എല്ലാവരോടും. അപ്പോൾ തന്നെ പൂജ വന്നിട്ട് ഇതിന് പണിഷ്മെൻ്റ് ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. വായിൽ വരുന്നതെല്ലാം പറഞ്ഞിട്ട് സോറി പറഞ്ഞാൽ മതിയല്ലോ എന്നാണ് ജാസ്മിൻ പറയുന്നത്. ഇതും പറഞ്ഞിട്ട് ജാസ്മിൻ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. ബാക്കി അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക കൂട്ടുകാരെ, പ്ലീസ്.